ഗസയിലെ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറാൻ വഴി തിരയുകയാണ് ഇസ്രയേൽ. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു കരാർ അംഗീകരിക്കുന്നതിന് അടിയന്തര യുദ്ധ ക്യാബിനറ്റ് ചേരണം. വോട്ടിംഗ് വേണമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിപ്പോൾ വൈകിപ്പിക്കുകയാണ്. ഒപ്പം ഗസയിൽ അതിരൂക്ഷ ആക്രമണം നടത്തി ഹമാസിനെതിരെ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനകം തന്നെ ഹമാസിനെതിരെ നെതന്യാഹു ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. കരാർ നടപ്പാക്കുന്നതിന് മുന്നേ വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്നോട്ടു പോയെന്നാണ് നെതന്യാഹുവിന്റെ വാദം. വ്യാഴാഴ്ച രാവിലെയാണ് ക്യാബിനറ്റ് ചേരാൻ ഇരുന്നത്. എന്നാൽ അതുണ്ടായില്ല. ഹമാസ് ധാരണകളിൽ നിന്ന് പിന്നോട്ടു പോകുകയും അവസാന നിമിഷം പ്രതിസന്ധി സൃഷ്ടിക്കുകയും കരാറിനെ തടയുകയും ചെയ്യുന്നു. കരാറിലെ എല്ലാ കാര്യങ്ങളും ഹമാസ് അംഗീകരിച്ചതായി മധ്യസ്ഥർ ഇസ്രയേലിനെ അറിയിക്കുന്നതുവരെ മന്ത്രിസഭ ചേരില്ലെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി. അതിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നടത്തിയ പ്രസ്താവനയും ചർച്ചയായിട്ടുണ്ട്. ഹമാസിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം ഇസ്രയേൽ നേടിയെന്ന് പറഞ്ഞ ബ്ലിങ്കൻ സംഘടന പുതുതായി റിക്രൂട്ട് ചെയ്തവർ ബാക്കിയുണ്ടെന്ന സൂചന കൂടി നൽകി. ആക്രമണം അവസാനിക്കാനായിട്ടില്ലെന്ന് പരോക്ഷമായി പറഞ്ഞതാണെന്ന വിലയിരുത്തലാണ് ഇത് സംബന്ധിച്ച് വരുന്നതും. ഒക്ടോബർ 7-ന് ഗസയിലേക്ക് സൈന്യത്തെ അയച്ച നെതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ബന്ദികളുടെ മോചനവും ഹമാസിന്റെ ഉന്മൂലനവുമായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ വാൾസ്ട്രീറ്റ് ജേണലിന് നൽകിയ അഭിമുഖത്തിൽ ഹമാസിനെ നശിപ്പിക്കാതെ വെടിനിർത്തൽ കരാറില്ലെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ഇസ്മായിൽ ഹനിയയും യഹ്യ സിൻവറും അടക്കമുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ടെങ്കിലും വിമോചന സംഘടന എന്ന നിലയിൽ അവരെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. വടക്കൻ ഗസയിലേക്ക് പലസ്തീനികളെ തിരികെ പ്രവേശിപ്പിക്കുക, യേത്സാരിം, ഫിലാഡൽഫി ഇടനാഴികളിൽ നിന്നുള്ള ഇസ്രയേലി സൈന്യത്തിന്റെ പിന്മാറ്റം ഉൾപ്പെടെ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഉപാധികളാണ് ഗത്യന്തരമില്ലാതെ നെതന്യാഹു സമ്മതിച്ചിരിക്കുന്നത്. ഇതോടെ രാജ്യത്തുനിന്ന് തന്നെ കടുത്ത എതിർപ്പാണ് നെതന്യാഹു നേരിടുന്നത്. ഇതുവരെ കൂടെയുണ്ടായിരുന്ന തീവ്ര വലതുപക്ഷ നേതാക്കളും പ്രധാനമന്ത്രിക്ക് എതിരായിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ എതിർപ്പുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ബെസലേൽ സ്മോട്രിച്ചും സമാന അഭിപ്രായക്കാരനാണ്. കൂടെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി കുടിയേറ്റക്കാരുമുണ്ട്. ഇതുവരെ തുണയ്ക്കാനുണ്ടായിരുന്നവർ എതിർപക്ഷത്തേക്ക് മാറുമ്പോൾ ഇനിയുള്ള നാളുകൾ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും സുഖകരമായിരിക്കില്ല. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടാണ് നിലവിലെ പിന്മാറ്റമെന്നാണ് കരുതുന്നത്. എന്നാൽ കരാർ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കുന്നതായി ഹമാസ് നേതാവ് ഇസത്തുൽ റാഷിഖ് അറിയിച്ചു. കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും ഹമാസ് വിശദീകരിച്ചു. ബുധനാഴ്ച രാത്രിയാണ് ഖത്തർ പ്രധാനമന്ത്രി ഗസ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത്. ഹമാസ് അപ്പോൾ തന്നെ കരാർ അംഗീകരിച്ചിരുന്നെങ്കിലും ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാത്രമേ നിലപാട് വ്യക്തമാക്കൂ എന്നായിരുന്നു ഇസ്രയേൽ അറിയിച്ചിരുന്നത്. ഇതിനിടെയാണ് കരാർ വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്നോട്ടു പോയെന്ന ആരോപണവുമായി ഇസ്രയേൽ രംഗത്തെത്തിയത്. ചുരുക്കത്തിൽ യുദ്ധ ക്യാബിനറ്റ് അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാവിയും ആശങ്കയിലാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ആക്രമണം തുടർന്നതോടെ 84-ലധികം പേരാണ് ഗസയിൽ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത്.